ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അവിടെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ആ സ്റ്റേഷനിൽ നിന്ന് എസ് രാഗിൻ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിരുന്നു എന്നായിരുന്നു നേരത്തെ ബിനിൽ റിപ്പോർട്ട് ചെയ്തത്. അതിന് മുൻപേ തന്നെ കർശനമായ നടപടി വേണമെന്ന ഉറച്ച നിലപാട് പോലീസിന് ഉണ്ടായിരുന്നുവെന്ന് വേണം ഈ തിടുക്കപ്പെട്ടുള്ള നടപടിയിൽ, വേഗത്തിലുള്ള നടപടിയിൽ മനസ്സിലാക്കാൻ. സാധാരണ ഒരു പരാതി ലഭിച്ച് ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയാണെങ്കിൽ കൂടിയാലോചനകൾക്കൊക്കെ ശേഷമായിരിക്കുമല്ലോ നടപടികളിലേക്ക് നീങ്ങുക. പക്ഷേ ഇത് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആദ്യം തന്നെ ഈ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കുകയും ഹണി റോസ് അവരുമായി സംസാരിക്കുകയും പരാതിക്കാരി അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരുടെ പരാതി ലഭിച്ച് പിറ്റേ ദിവസം തന്നെ കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്താൻ പോകുന്നത്. മുൻകൂർ ജാമ്യം എന്നത് പൊളിക്കൽ കൂടി ഉദ്ദേശിച്ചിരുന്നോ? ഇത്തരത്തിലുള്ള പല പരാതികളും വരാറുണ്ടെങ്കിലും ഈ പരാതിയുടെ കാര്യത്തിൽ പോലീസ് അതിശക്തമായിട്ടുള്ള നടപടി എടുത്തു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ബോൾഡായിട്ടുള്ളൊരു തീരുമാനമാണ് ആദ്യം തന്നെ ഹണി റോസ് സ്വീകരിച്ചത്. ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തി പരാതി കൈമാറുന്നു. തൊട്ടു പിന്നാലെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനുശേഷം ഉടനടി അറസ്റ്റിലേക്ക് പോകുന്നു. ഇന്ന് രാവിലെ നമ്മൾ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ എറണാകുളം ACPയോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോട്ടീസ് നൽകി വിളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കേസിൽ, അല്ലാതെ തന്നെ നടപടിക്രമങ്ങളിലേക്ക് പോകാമല്ലോ എന്നാണ്. അതായത് അറസ്റ്റിനുള്ള സൂചന അപ്പോൾ തന്നെ അദ്ദേഹം നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്നുള്ള സംഘം വയനാട്ടിലുണ്ടാകും, അറസ്റ്റ് ഉടൻ ഉണ്ടാകും, അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ചിലപ്പോൾ കസ്റ്റഡിയിലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം അപ്പോൾ ഉണ്ടായതല്ലേ. നോട്ടീസ് നൽകി വിളിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നിടത്ത് തന്നെ അപ്പോൾ തന്നെ നടപടിയിലേക്ക് കടന്നു എന്ന സൂചന നമുക്ക് വ്യക്തമായിരുന്നു. തീർച്ചയായും, കാരണം ഇന്ന് രാവിലെയാണ് ഇവിടെ ACPയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നു അത്. മാത്രമല്ല ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും, കാത്തിരിക്കും നിങ്ങൾ എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു, ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്തായാലും ദ്രുതഗതിയിൽ പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടു. മാത്രമല്ല ഈ ഒരു അക്യൂസിനെ സംബന്ധിച്ചിടത്തോളം ആന്റിസിപ്പേറ്ററി ബെയിൽ, ഇത്തരം ഒരു സംഭവത്തിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ നൽകുക അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയുമാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹണി റോസ് പോലീസിന് കൈമാറിയിരുന്നു. ആ ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ ഏറെക്കുറെ എല്ലാം തന്നെ വിസിബിൾ ആയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക, അശ്ലീലമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുക, അധിക്ഷേപിക്കുക, മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യുക, ഇത്തരം ഒട്ടനവധി ക്രൈമുകൾ ഇതിന്റെ ഭാഗമായി ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുണ്ട് എന്നതായിരുന്നു പരാതി. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന വിഷ്വലുകളും പോലീസിന് മുന്നിലേക്ക് വന്നു. തുടർന്നാണ് ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോയിട്ടുള്ളത്. ഇതിൽ തുടർച്ചയായിട്ടുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്തി, അധിക്ഷേപിച്ചു, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി. മാത്രമല്ല ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും അതൊക്കെ അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു എന്നതായിരുന്നു പരാതി. മാത്രമല്ല ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ഒരു പരാതി അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഹണി റോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ പേരുണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞത് താൻ നടിയെന്നാണ് പറഞ്ഞതെന്നടക്കമുള്ള, അപ്പോഴും അവിടെയും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഒരു കാര്യം നടത്തിപ്പോകാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ താൻ ഇത്തരത്തിൽ തമാശ രൂപേണ പല കാര്യങ്ങളും പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് എന്താണ് അദ്ദേഹത്തിന് ഒളിഞ്ഞിരിക്കുന്ന തമാശ എന്ന് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് ഇത്തരത്തിൽ അധിക്ഷേപം നടത്തിയ ശേഷം. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ. അപ്പോഴും അതിനെയൊക്കെ തമാശയായി മറ്റുള്ളവർ കണ്ടുകൊള്ളണമെന്ന തിട്ടൂരമാണ് അവിടെ നിന്ന് ഉണ്ടാകുന്നത്.